നമുക്കിന്ന് കൂന്തൽ നിറച്ചതുണ്ടാക്കിയാലോ? കുറേ നാൾ മുമ്പേ വൈറലായി നിന്ന കൂന്തൽ നിറച്ചത് നമുക്ക് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കൂന്തൽ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലിതിനെ കണവ എന്നാണ് പറയുന്നത്. കൂന്തൽ നിറച്ചതുണ്ടാക്കാനുള്ള നമുക്കിനി അതിൻ്റെ മസാല തയ്യാറാക്കിയാലോ? അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില. നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള നമുക്കൊന്ന് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ സവാളയിലേക്ക് കുറച്ച് കറിവേപ്പില പിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കൂന്തൽ നിറച്ചത് ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് എനിക്കിത് ചെയ്യാൻ സാധിച്ചില്ല. വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു കൂന്തൽ നിറച്ചത് ഉണ്ടാക്കണമെന്ന്. അതാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് കുറച്ച് കൂന്തൽ ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ, പെരിഞ്ജീരകം, കുറച്ച് ഉള്ളിയും കൂടെ നമുക്കൊന്ന് നന്നായി ചതച്ചെടുത്തിട്ട് വരാം. ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് മൂടിയൊന്നെടുത്ത് മാറ്റാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ചെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച്
കറിവേപ്പിലയും കൂടെ. നമ്മുടെ കൂന്തൽ നിറയ്ക്കാനുള്ള മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. തേങ്ങയുടെ ആ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ കൂന്തൽ നിറയ്ക്കാനുള്ള മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തണുക്കാനായിട്ടൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. നമ്മുടെ മസാല ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്കിനി കൂന്തലിലേക്ക് നിറയ്ക്കാം. നമുക്കിനി കുറേശ്ശെ കൂന്തലിനകത്തേക്ക് നിറച്ച് കൊടുക്കാം. ഫുള്ള് നിറയ്ക്കേണ്ട കാര്യമില്ല, നമുക്ക് കുറച്ച് നിറച്ചെടുത്താൽ മതി. നമുക്കിതിൻ്റെ തലയും കൂടെ ഒന്ന് വെച്ച് ഒന്ന് ഈർക്കിൽ കൊണ്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്നായി നിറച്ചെടുക്കാം. നമ്മൾ കൂന്തലെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കുക്കറിൽ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. ഇത് വേവിക്കാൻ നേരത്ത് കുറച്ച് വെള്ളം വെച്ചാൽ മതി, ഒരുപാടൊന്നും വെക്കരുത്. 2 സ്പൂൺ വെള്ളം മാത്രം. ഇതിനെ നമുക്ക് അടച്ച് 3 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിവിടെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ കൂന്തൽ വേവിച്ച ആ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ നിറച്ചത് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. മസാലയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ? ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ നല്ല നല്ല വെറൈറ്റി വീഡിയോകളുമായി വീണ്ടും കാണാം. അമ്മ അച്ഛ കാണാൻ നല്ല നിറച്ചത് അടിപൊളി, ചിത്തപ്പത്തി സൂപ്പർ.